ലോകത്തിന് മുന്നിലേക്ക് കേരളം വെക്കുന്ന അതിജീവനത്തിന്റെ മാതൃകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർക്കൊപ്പം ഞങ്ങളുണ്ടെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം. ഉറ്റവരെ ഉരുളെടുത്ത മനുഷ്യരെ ചേർത്ത് പിടിച്ച ഭരണകൂടം. വയനാടിനു വേണ്ടി സർക്കാർ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചവർക്ക് ഇന്നൊരു മറുപടി വന്നു. അങ്ങ് വയനാട് നിന്ന് തന്നെ. കൂടെ നിന്നവർക്കൊപ്പം ഇനി അങ്ങോട്ട് നിൽക്കാൻ കുറച്ചധികം മനുഷ്യർ തീരുമാനിച്ചു. വയനാട് ചൂരൽമലയിലെ ദുരന്തബാധിതർ CPM-ൽ ചേർന്നു. കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ് ഇനി ഇടതിനൊപ്പമെന്ന് പറഞ്ഞത്. ചേർന്നവരിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന നസീർ ആനക്കലുമുണ്ട്. ഇവരുടെ ഈ നിലപാട് പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ്. എന്തുകൊണ്ട് ഈ തീരുമാനമെന്ന് നസീർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ദുരന്തബാധിതർക്കായി ഇവർ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു, ജനശബ്ദം. അതിന്റെ ഭാരവാഹിയായിരുന്നു നസീർ. സർക്കാരിനെതിരെ പല വിഷയങ്ങളിൽ സമരം ചെയ്തു. അതിനെല്ലാം സർക്കാർ പരിഹാരം കണ്ടുവെന്നാണ് നസീർ പറയുന്നത്. 5 സെന്റ് എന്നത് 7 സെന്റ് ഭൂമിയാക്കി സർക്കാർ മാറ്റി. പട്ടികയിൽ പേരില്ലാത്ത കുറെ മനുഷ്യരുണ്ടായിരുന്നു, അവരെ എല്ലാം ചേർത്തു. ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്നവർക്കൊപ്പം നിൽക്കാൻ എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർ അങ്ങ് തീരുമാനിച്ചു.